നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകം. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ജനുവരി 25-ന് നിയമസഭാ സമ്മേളനം ചേരുന്നത്. കേന്ദ്ര നയത്തിനെതിരെ പരാമർശമുണ്ടായാൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. പിണറായി സർക്കാരിനെ ഓരോ ദിവസവും വെള്ളം കുടിപ്പിക്കുന്ന കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ മാസം 25-ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാനുള്ള ശുപാർശ നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭ തുടങ്ങണമെന്നാണ് ചട്ടം. തന്റെ ഭരണഘടനാ ചുമതല കൃത്യമായി നിർവഹിക്കുമെന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം തീർത്തു പറഞ്ഞിരുന്നു. Whatever constitutional duty is there is no doubt about that. I will do it. അപ്പോൾ പിണറായി സർക്കാർ എഴുതി നൽകുന്ന നയപ്രഖ്യാപനം ഗവർണർ അപ്പാടെ വായിക്കുമോ എന്നാണ് ഇനിയുള്ള സംശയം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഗവർണർക്ക് ആവശ്യപ്പെടാം. അത് നടന്നില്ല എങ്കിൽ ആ ഭാഗം വായിക്കാതെയും ഇരിക്കാം. പക്ഷേ അങ്ങനെ വന്നാലും അത് വായിച്ചതായി കണക്കാക്കപ്പെടും. സമാനമായ 2 സംഭവങ്ങളും കേരള നിയമസഭയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ മറ്റൊരു സാധ്യത ഗവർണറുടെ മുന്നിലുണ്ട്. അതായത് തന്റെ വിയോജനക്കുറിപ്പ് നിയമസഭാ സ്പീക്കർക്ക് രേഖാമൂലം എഴുതി നൽകാം. ഈ വിയോജനം സ്പീക്കർ നിയമസഭയിൽ വായിക്കണമെന്നും ചട്ടമുണ്ട്. ഇങ്ങനെ വന്നാൽ ഇത് കേരള നിയമസഭയിൽ ആദ്യത്തെ ചരിത്രമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും സഭയിലെത്തിയാൽ പരസ്പരം മിണ്ടുമോ, മുഖം നോക്കുമോ? ഇതൊക്കെ അറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു ഇത്തവണത്തെ ബജറ്റ് സമ്മേളനത്തിനായി. ജനം, തിരുവനന്തപുരം.